എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാനിതാ മിക്സിയുടെ ജാറിൽ കുറച്ച് അരി കുതിർത്തിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒരു 2 കിണ്ണം വെച്ച് അതിൽ ഓരോന്നിലും എണ്ണ പരത്തി അതിൽ മാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം അത് വേവിച്ച് ഒരു കമ്പി എടുത്തിട്ട് കുത്തി നോക്കിയപ്പോൾ വെന്തുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്തിനാണെന്ന് വിചാരിക്കേണ്ട, ഞാനത് പാലട പായസം വെക്കാനാണ് കേട്ടോ. നമുക്ക് ഇലയിൽ പരത്തിയിട്ട് ഇലയിൽ നിന്ന് നമ്മൾ നെറ്റിൽ ആ വെള്ളത്തിലിട്ടതിന് ശേഷം നെറ്റിൽ തിരങ്ങിയിട്ടൊക്കെയാണ് പാലട വയ്ക്കുക. പക്ഷെ ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലയില്ലെങ്കിലും ഇലയില്ലാത്ത നാട്ടിൽ നമുക്ക് പായസം കുടിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 നന്നായി നൈസാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ അത് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അരിയാണ് കേട്ടോ. അപ്പം അത് ഇങ്ങനെ നൈസാക്കി അരിയാണ്. എത്രയും നമ്മൾ നൈസാക്കി അരിഞ്ഞു അത്രയും നമുക്ക് പായസത്തിൽ ഈ അട ചെറുതായി കിടക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതങ്ങനെ അരിഞ്ഞ് കഴുകി അത് ഊറ്റി വെച്ച് വെള്ളം വെച്ച് അതിനെ അതിലേക്ക് ഇട്ട് പാലൊഴിച്ച് അപ്പോഴേക്കും പഞ്ചസാര ഒരു ചുവന്നിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ചീഞ്ഞട്ടിയിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് ഇളക്കി അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അത് അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ കാഷ്നട്ട് നെയ്യിൽ വറുത്തത് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ പായസം റെഡിയായി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല, എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ. അങ്ങനെ പായസം റെഡി. അപ്പോൾ അത് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. സൂപ്പർ.